ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ. ഡോക്ടർ വിഷ്ണുപ്രിയ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, തിങ്കൾ മുതൽ ശനി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ. ബുക്കിംഗ് നമ്പർ 8547024222. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, ഓട്ടുപാറ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുടെ ഭാഗമായുള്ള വിത്തെറിയൽ പട്ടാണിക്കാട് വനമേഖലയിൽ നടന്നു. ചൊവ്വാഴ്ച നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഫുഡ് ഫോർഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി മച്ചാട് റേഞ്ചിന് കീഴിലുള്ള വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പട്ടാണിക്കാട് വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. കിളിമംഗലം ഗവൺമെന്റ് കോളേജിൽ NSS വിദ്യാർത്ഥികളുടെയും അകമല ഗ്രീൻ സ്റ്റാർ ക്ലബിന്റെയും സഹകരണത്തോടെയാണ് വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. പട്ടാണിക്കാട് വനമേഖലയിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആന ഇറങ്ങിയെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്നാണ്. അത് കഴിഞ്ഞ പാലക്കാട് സംഭവത്തിന് ശേഷം ഒരു ഗൃഹനാഥൻ വീടിൻ്റെ ഉറക്കം കഴിഞ്ഞ് യൂറിൻ മൂത്രം കുടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആന പെച്ച് ചീന്തി ശരിപ്പെടുത്തി. അപ്പോൾ ഒറ്റയാനാവുമ്പോൾ അതിൻ്റെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പൊതുവായിട്ട് പറയണത്. എന്തായിരുന്നാലും ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത, ചുമതല നമ്മുടെ സർക്കാരിനുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മിക്കവാറും ആളുകൾ, പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിശീലനം കൊടുക്കുകയാണെങ്കിൽ, ആന വരികയാണെങ്കിൽ അല്ലെങ്കിൽ വന്യജീവി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു പരിശീലനം ഈ ചുറ്റുപാട്, ഇതുപോലെ അങ്ങനൊരു പരിശീലനത്തിൻ്റെ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഡിവിഷൻ കൗൺസിലർ ബുഷ്ര റഷീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ P വേണുഗോപാലൻ, എങ്കേക്കാട് RSLP സ്കൂൾ പ്രധാനാധ്യാപിക ഗിനിത ഗിൽബർട്ട്, ബയോ നാച്ചുറൽ ക്ലബ് പ്രസിഡന്റ് KM അബ്ദുൽ സലാം, വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCB ന്യൂസ്, അകമല. You are watching VCV News.